ഇന്ന് മാർച്ച് 21 ലോക കവിതാ ദിനം. പ്രപഞ്ചവും മനുഷ്യനും സർവ്വചരാചരങ്ങളെയും കോർത്തിണക്കി അവയ്ക്ക് കാവ്യഭാവങ്ങൾ നൽകി സ്വപ്നങ്ങളും പ്രതീക്ഷകളും സ്നേഹവും ദുഃഖവും പ്രണയവും വിരഹവും ഓർമ്മകളും അങ്ങനെ വിവിധങ്ങളായ രാഗഭാവ തലങ്ങൾ നൽകി മനുഷ്യ മനസ്സിനെ വ്യത്യസ്തങ്ങളായ ചിന്താധാരകളിലൂടെ സഞ്ചരിക്കാൻ പാതയൊരുക്കിയ കാവ്യകൃതികളുടെ ഓർമ്മദിനം. ആ നല്ല സുദിനത്തിന്റെ സ്മരണകളിലൂടെ ഇന്ന് നാം കടന്നു പോകുമ്പോൾ ഇമാൽസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ പ്രവാസികൾക്കിടയിൽ നിന്നും ലഭിച്ച കാവ്യങ്ങൾക്ക് ഭാവങ്ങൾ പകർന്നു നൽകി അവതരിപ്പിക്കുന്നു. സമയബന്ധിതമാം ജീവിതയാത്രയിലെ ഇത്തിരി സമയത്തെ നീരാവിന്റെ കാതിൽ നീ കളിയായി പറയണം. സ്നേഹമെന്നൊരു വാക്കിനു വിലയില്ലതാവുമ്പോൾ മർത്തിനു പലവില്ലാതെ എന്നിലേക്കെത്തി നീ എൻ ഹൃദയവും കൊണ്ട് പോരാമോ നീ എൻ കൂടെ? നാം കണ്ട സ്വപ്നങ്ങൾ തൻ വർണ്ണ ചിറകിൽ പറക്കാമല്ലോ. നാം കണ്ട സ്വപ്നങ്ങൾ തൻ വർണ്ണ വസുധയുടെ മാറിടം അഗ്നിപർവതമായി പൊട്ടിത്തെറിക്കുമോ? തിളച്ചു മറിയുന്ന ലാവാപ്രവാഹത്തിൽ തിന്മയുടെ ലോകത്തെ അത്രമേൽ പ്രണയിച്ചു പോയി നിന്നെ ഞാൻ. പൊഴിക്കുന്നു ഞാൻ എന്നിലെ സുഗന്ധം നിനക്കായി, നിനക്കായി മാത്രം. കൂമ്പുന്നു എൻ മിഴികൾ നിന്നോർമ്മകളിൽ. ലഹരിസിരകളിൽ ഒഴുകിയലയും കരുണ പറ്റിയ യൗവനം. ജനകനെന്നോ ജനനിയെന്നോ ചിന്തയില്ലലവലേശവും. കുഞ്ഞു പെങ്ങളോ കൂട്ടുകാരിയോ എന്ന ചിന്തയും വന്യമായി നല്ല നാളെ തൻ നായകർക്കിന്നിത് പോയൊരു പ്രണയമേ നീ എന്നെ മോഹസ്വപ്നങ്ങളും ബാക്കിയാക്കി അറിയാതെ ഇന്നും ഞാൻ ഓർമ്മകൾ തിരകളായി തിരതല്ലും തീരത്ത് ഏകയായി നിൽപ്പോമോകയായി ഞാനും. അകലുവാനെങ്കിൽ നീ എന്തിനു വെറുതെയൻ തരളകപോലത്തിൽ നിറം പകർന്നു. സ്നേഹിതരെ, നമ്മുടെ ജോലികളുമായി എത്തിച്ചേരുന്ന പ്രദേശങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ ഇവയെല്ലാം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇതിനെയെല്ലാം നാം മാനിക്കുമ്പോൾ തന്നെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ അമ്മ എന്ന പോലെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. മഹാകവി വള്ളത്തോൾ പാടിയ പോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനെ പെറ്റമ്മ താൻ ഭാഷ താൻ. നന്ദി.